നമസ്കാരം. PV അൻവറിനെ ആരാണ് പറ്റിച്ചത്? അതിലേക്ക് നയിക്കുന്ന 5 കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ചിലരെല്ലാം പരാതി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ പറയുന്നതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തുടക്കം വല്ലാതെ പരത്തി പറയുന്നു എന്ന പരാതി വിമർശനമായി ചില ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നേരെ കാര്യം പറയുകയാണ്. 5 കാര്യങ്ങളാണ്. ആദ്യം PV അൻവറുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ചെന്നൈയിൽ പോയി DMK-യുമായി സഖ്യം കൂടാൻ പോകുന്നു PV അൻവർ എന്നുള്ള മട്ടിൽ. അത് ഇന്ന് മറ്റൊരു തരത്തിൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് DMK ഞങ്ങൾ ആ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അൻവറിനെ പ്രചോദിപ്പിക്കുന്ന ചില വാർത്തകൾ മാധ്യമങ്ങൾ കാര്യമായി തന്നെ കൊടുക്കുന്നുണ്ട്. ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എല്ലാ ചാനലുകളും വാർത്ത കൊടുക്കുന്നുണ്ട്. മീഡിയ വണ്ണിലെ ഒരു വാർത്തയാണ് ഞാൻ എടുക്കുന്നത്. PV അൻവറിൻ്റെ ഈ പുതിയ സംഘടനാ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനിടയിൽ ഉള്ള ഒരു വാർത്തയാണ്. തമിഴ്നാട്ടിൽ നിന്ന് DMK നേതാക്കൾ നിരീക്ഷകരായി എത്തും എന്നാണ് സാജിദ് അജ്മൽ റിപ്പോർട്ട് ചെയ്തത്. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള താമസിയാതെ പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും. ലോഗോ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം DMK-യുടെ ലോഗോയുടെ സമാനത മുഴുവൻ PV അൻവറിൻ്റെ ലോഗോയിൽ കാണാം. DMK നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയതിൻ്റെ തുടർച്ച ഈ ലോഗോയിൽ കാണാം. DMK-യുടെ പതാകയിലെ ലോഗോയുടെ സമാനമായ നിലയിലാണ് അൻവറിൻ്റെ പാർട്ടിയുടെ ലോഗോയും. കറുപ്പും ചുവപ്പും അടങ്ങിയതാണ് DMK-യുടെ പതാക. ഉദയസൂര്യനാണ് പതാകയിലുള്ളത്. എന്നാൽ അങ്ങനെ ഉദിക്കുന്ന സൂര്യനല്ല, കത്തിജ്വലിക്കുന്ന സൂര്യനാണ് അൻവറിൻ്റെ പതാകയിലുള്ളത്. DMK-യോട് സാമ്യമുള്ള പലതും ഇതിലുണ്ട്. ഏതായാലും DMK-യുടെ നിരീക്ഷകർ ഈ പരിപാടിക്ക് PV അൻവറിൻ്റെ പരിപാടിക്ക് നിരീക്ഷകരായി എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ പറയുന്നത്. ഇതാണ് ഒരു കാര്യം. അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ. DMK അൻവറിൻ്റെ വിഷയത്തിൽ എടുത്ത നിലപാടാണ്. ആ യോഗം നടക്കുമ്പോൾ പോലും DMK വരും. എന്നാൽ DMK-യുടെ വക്താവ് TKS ഇളങ്കോവൻ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന പത്രത്തോട് വിശദീകരിച്ച ഒരു കാര്യമാണ് ഇതിൻ്റെ തുടർച്ചയായി നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. PV അൻവറിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്നാണ് പറഞ്ഞത്. ന്യൂസ് മിനിറ്റിനോട് അദ്ദേഹം വെളിപ്പെടുത്തിയ വിശദാംശങ്ങൾ ഞാൻ കേൾപ്പിക്കാം. CPM-മായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ശക്തമായ പാർട്ടിയായ CPM-നോട് പിണങ്ങിപ്പിരിഞ്ഞ ഒരാളോട് സഖ്യമുണ്ടാക്കുക എന്നത് നമ്മളുടെ ലക്ഷ്യമല്ല. എന്നാൽ DMK നേതാവായ അബ്ദുള്ളയുമായുള്ള ബന്ധത്തിൻ്റെ തുടർച്ചയായാണ് ചില DMK നേതാക്കളുമായി ചർച്ച നടത്താനുള്ള സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഔദ്യോഗിക വക്താവ് വിശദീകരിക്കുന്നത്, ന്യൂസ് മിനിറ്റിനോട് വിശദീകരിക്കുന്നത്. DMK-യോട് ബന്ധം സൂക്ഷിക്കാനും സഹകരിച്ച് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് കാണിച്ച് PV അൻവർ നേതൃത്വത്തിന് ഒരു കത്തും നൽകിയിരുന്നു. അതും നേതാക്കൾ വെളിപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടറി AR മുരുകേശനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആ കത്ത് തങ്ങളുടെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം കൂടി അയച്ചു ചേർത്ത് കൊണ്ട് അത് പാർട്ടി നേതൃത്വത്തിന് അയക്കും എന്നും മുരുകേശൻ പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരുന്നുണ്ട്. എന്നാൽ PV അൻവറിനെ ഈ ഒരു നീക്കത്തിന് ചെന്നൈയിൽ പോയി DMK-യുമായി സഖ്യം കൂടാനുള്ള സ്വപ്നം അദ്ദേഹം നടപ്പാക്കാൻ പോയ സാഹചര്യം, അതിനുശേഷം DMK ഇങ്ങനെ എടുത്ത് കളയുന്ന സാഹചര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന സാഹചര്യം, ഇതുവരെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ അൻവറിനെ ആരാണ് അങ്ങോട്ട് നയിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. PV അൻവർ CPM-യുമായി തെറ്റിപ്പിരിഞ്ഞ് പുറത്തേക്ക് പോയതിന് ശേഷം ദിവസങ്ങളോളം മാധ്യമങ്ങൾ വലിയ പിന്തുണ അൻവറിന് നൽകി. പ്രതിപക്ഷത്തിൻ്റെ സഹകരണം അൻവറിനുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങൾ നടത്തിയ നീക്കങ്ങളിൽ ഒക്കെ അൻവറിൻ്റെ സാന്നിധ്യം പ്രധാനമായിരുന്നു. ഒരുപക്ഷെ റേറ്റിംഗ് എലമെൻറ്റ് തന്നെ ആയി മാറുന്ന PV അൻവറിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. സമീപകാലത്ത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, ന്യൂസ് ചാനലുകൾ അതിൻ്റെ പ്രൈം ടൈം ഡിബേറ്റ് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും അവർ അംഗീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രളയോ അല്ലെങ്കിൽ എന്തെങ്കിലും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമൊക്കെ വരുമ്പം എന്നാലും പ്രൈം ടൈം ഡിബേറ്റിനകത്ത് തന്നെയുള്ള അതിൻ്റെ സ്ഥിരം അവതാരകർ തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടികളാണ് കണ്ടിട്ടുള്ളത്. അവസാനമായി കണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നരേന്ദ്രമോദിയുടെ അഭിമുഖം സംപ്രേഷണം ചെയ്യാൻ ചർച്ച, അവരുടെ ന്യൂസ് അവർ ചർച്ച മാറ്റിവെക്കുന്ന 8 മണിയിലെ 1.5 മണിക്കൂർ ഇൻ്റർവ്യൂവിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ രണ്ടാമതായി അത്യത്ഭുതം ഉണ്ടായത് PV അൻവറിൻ്റെ പ്രസംഗം, നയപ്രഖ്യാപനം ആയി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഉണ്ടല്ലോ. ആ പ്രസംഗം നീണ്ട നേരം 1.25 മണിക്കൂറോളം നീണ്ട നേരം ലൈവായി പ്രൈം ടൈം ഡിബേറ്റ് റദ്ദാക്കിക്കൊണ്ട് ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അത്രമാത്രം പ്രാധാന്യം അൻവറിന് ന്യൂസ് ചാനലുകൾ നൽകിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ തുടർച്ചയായി പത്രങ്ങളിലും അതിൻ്റെ അനുബന്ധ വാർത്തകളൊക്കെ വന്നിരുന്നു. ഇതിൻ്റെ കൂടി ബാക്കിയാണ് കേരളത്തിൽ ഉള്ള PV അൻവർ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നതിന് മുന്നേ DMK-യുമായുള്ള സഖ്യം പ്രഖ്യാപിച്ചത് ഇന്നലെ. DMK-യുടെ സഖ്യം ചർച്ചയാക്കി ആക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും അദ്ദേഹത്തിൻ്റെ
മകനും DMK-യുടെ നേതാക്കളുമായി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ ചാനലുകളിലൂടെ പുറത്തുവിടുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായി DMK സ്റ്റാലിനും മകൻ ഉദയനിധി സ്റ്റാലിനും പ്രധാനപ്പെട്ട നേതാക്കളായുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ഞാനും, അതായത് അൻവറും അൻവറിൻ്റെ മകനും കൂടി ഉണ്ടെങ്കിൽ ഈ സാധനം DMK സഖ്യത്തിലാവും എന്നുള്ള ധാരണ കൊണ്ടോ എന്തോ ചാനലുകളൊക്കെ വലിയ ആഘോഷം നടത്തി. മാത്രമല്ല CPM-നെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാക്കിയ രാഷ്ട്രീയ നീക്കമാണ് ഇന്നലെ ഉണ്ടായത് എന്ന് മാധ്യമപ്രവർത്തകർ ചാനലുകളിൽ നിന്ന് ഇരുന്ന് വിലയിരുത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ചില നിരീക്ഷണങ്ങൾ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കും. സമാന്തരമായൊരു ലോകത്തിരുന്നുകൊണ്ട് PV അൻവറിൻ്റെ നീക്കങ്ങളെ വ്യാഖ്യാനിക്കുന്ന കേരള രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചോ ഒരു ബോധവുമില്ലാതെ നമ്മുടെ ന്യൂസ് ചാനലുകളിലിരുന്ന് അപ്പോൾ നടക്കുന്ന കാര്യത്തെ വ്യാഖ്യാനിച്ച് അത്ഭുതം കൊണ്ട മാധ്യമപ്രവർത്തകരുടെ ആ സമയത്തെ വിശകലനം കണ്ട് നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. ചില സൂചനകൾ അവർ നൽകുന്നത് രസകരമാണ്, ചില പ്രസ്താവനകൾ രസകരമാണ്. അതിലെ ഒരു 3-4 പോയിന്റ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാം. ഇന്ത്യ മുന്നണിയിലെ CPM-ന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തീരുമാനം എന്നാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാനലിൽ ഇരുന്ന് വലിയ ഗൗരവത്തിൽ ഒരു നിരീക്ഷണമായി ഇന്നലെ അവതരിപ്പിച്ച ഒരു കാര്യം. മറ്റൊന്ന്, ഇതല്ലാതെ മറ്റൊരു പ്രശ്നത്തെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താ? PV അൻവറിന് ഇനി സംഘപരിവാർ വിരുദ്ധ പോരാളിയുടെ പ്രതീകമായി നിലനിൽക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നതെന്നും കേരളത്തിൽ CPM-ന്റെ വാദങ്ങളും പിണറായിയുടെ നിലനിൽപ്പും ഭീഷണിയിലാകും വിധത്തിലുള്ള നിലപാടിലേക്കാണ് അൻവർ പോകുന്നത് എന്നുമുള്ളൊരു നിരീക്ഷണം. മറ്റൊരു നിരീക്ഷണം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഒരു പുത്തൻ ഉദയമുണ്ടായ ചാനലിലെ മാധ്യമപ്രവർത്തകരുടെ വിലയിരുത്തലാണ് അത്. നീലഗിരിയിലും ഡിണ്ടിഗലിലും അൻവറിനുള്ള സ്വാധീനം DMK-ക്ക് നേട്ടമാകും എന്ന് DMK നേതൃത്വം കരുതുന്നു എന്നാണ് ഒരു പ്രമുഖ മാധ്യമപ്രവർത്തക വിലയിരുത്തിയത്. മറ്റൊന്ന് രസകരമായ ഒരു സംഗതിയുണ്ട്. വന്യജീവി ആക്രമണം നേരിടുന്ന ഇടങ്ങളിൽ PV അൻവറിനെ കൂടെ കൂട്ടിയാൽ DMK-ക്ക് വലിയ നേട്ടമാകുമെന്ന് ചാനലിലിരുന്ന് പ്രഖ്യാപിക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ഇന്ന് ഔദ്യോഗികമായി DMK വ്യക്തമാക്കിയതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അൻവർ ആരാണ്, എങ്ങനെയാണ്, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന കാഴ്ച. വാർത്താ നിർമ്മാണത്തിൽ PV അൻവറിൻ്റെ രഹസ്യമായ നീക്കങ്ങളായിരുന്നു ഇന്നലെ നടന്ന മുഴുവൻ സംഭവങ്ങളും എന്ന് നമ്മളിപ്പം ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹം പോകുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ വിഷ്വൽ എടുക്കുന്നു, അച്ഛനും മകനും അൻവറും മകനും അവിടുത്തെ പാർട്ടി നേതാക്കളെ കാണുന്നു, അൻവർ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു, പിണറായി വിറപ്പിക്കാൻ എന്നൊരു വാർത്ത കൂടി വരുന്നു. മാത്രമല്ല ഇതുപോലെയുള്ള വലിയ രഹസ്യങ്ങൾ PV അൻവർ വലിയ നീക്കങ്ങളായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനം CPM-ലെ പ്രധാനപ്പെട്ട ചില വിഭാഗം നേതാക്കൾ തൻ്റെ കൂടെ ഉണ്ട് എന്നാണ് ഒന്ന്. രണ്ടാമത്തേത് കണ്ണൂരിലെ പ്രമുഖ CPM നേതാവ് എൻ്റെ കൂടെ വരും, എൻ്റെ പിന്തുണ അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പിന്തുണ എനിക്കും കിട്ടും എന്ന് പറഞ്ഞാണ്. ഇങ്ങനെ അൻവർ പ്രഖ്യാപിക്കുകയും പിറ്റേന്നാൾ സൈഡ് സ്റ്റോറിയും ചർച്ച ചെയ്യുമ്പോൾ ആരാണ് CPM-ന്റെ നേതാവ് എന്നുള്ള വളരെ ബാലിശമായ ചർച്ചകളിലേക്ക് മാധ്യമങ്ങളെ നയിച്ച ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ഈ പറഞ്ഞതുപോലെ ഉള്ള സാഹചര്യം. അൻവറിനെ യഥാർത്ഥത്തിൽ ചാനലുകൾ അവരുടെ റേറ്റിംഗ്, സജീവമായ റേറ്റിംഗ് ചർച്ചകൾക്കായി ഉള്ള സാഹചര്യത്തിന് ഇരയാക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അസൽ കബളിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തുമ്പോൾ CPM-ന് ഡാമേജ് ഉണ്ടാക്കുന്ന പോക്കാണ് PV അൻവറിൻ്റെതെന്ന് ഉറപ്പാണ്. അത് നമുക്ക് ഏത് വിശകലനത്തിനും മനസ്സിലാവും. പക്ഷേ ആ ഡാമേജിൻ്റെ സ്വഭാവവും കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒഴുക്കിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ നടത്തുന്ന വിലയിരുത്തലുകളെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ PV അൻവറിൻ്റെ യോഗങ്ങൾക്ക് വരുന്ന ആളുകളും PV അൻവറിൻ്റെ പിന്നണിയിൽ അണിനിരക്കുന്ന ആളുകളും ആരൊക്കെയാണ് എന്ന പരിശോധന മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ചില നിലപാടുകളിൽ നിന്നും മനസ്സിലാവുക. അൻവറിൻ്റെ ഒപ്പം കൂടുതലും മുസ്ലിം ലീഗ് അണികൾ അണിനിരക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം, അവർ ഞങ്ങൾ ലീഗാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അണിനിരക്കുന്ന യാഥാർത്ഥ്യം ചാനലുകളിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇത് ലീഗിനെ ഗൗരവത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലീഗിൻ്റെ പ്രധാന കോട്ടകളിലാണ് അൻവർ വലിയ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. CPM-ന്റെ ചില അണികളുടെ, ഒരുപക്ഷെ CPM പാർട്ടി മെമ്പർമാരല്ലാത്ത വലിയ വിഭാഗ അണികളുടെ പിന്തുണ അൻവറിന് ഉണ്ടായിരിക്കും. ആദ്യ ഘട്ടത്തിൽ അൻവർ ഉന്നയിച്ച പ്രശ്നം ഗൗരവമുള്ള പ്രശ്നം തന്നെയാണല്ലോ, നമ്മൾ അതൊന്നും മറികടന്ന് പോവുകയല്ല. ആ പ്രശ്നത്തെ സർക്കാർ അതിൻ്റെ നിലയിൽ ആഭ്യന്തര വകുപ്പും ഗൗരവത്തിൽ പരിശോധിച്ച് വരുന്നുമുണ്ട്. അതിൻ്റെ തുടർച്ചയായി അൻവർ എടുത്ത നിലപാടുകളാണ് വലിയ തോതിൽ ചർച്ചാ വിഷയമായത്. അങ്ങനെയുള്ള നിലപാടെടുക്കാൻ വേണ്ടി ഉന്നയിച്ച ആരോപണം എന്ന നിലയിലേക്ക് കൂടി ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ ഘട്ടത്തിലാണ് അൻവറിൻ്റെ പിന്നിൽ അണിനിരന്ന ആളുകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് അണികൾ വ്യാപകമായി അൻവറിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടാണോ എന്നറിയില്ല. ലീഗ്
വലിയ തോതിൽ ജാഗ്രതയിലാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അൻവറിനോട് ലീഗ് അണികളുടെ കാര്യം ചോദിക്കുമ്പോൾ തന്നെ അൻവർ ചാനലുകാരുടെ മേക്കിട്ട് കയറാനുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. പഴയ കാലത്ത് CPM-ൻ്റെ ബന്ധം വിച്ഛേദിക്കും മുമ്പുള്ള ശൈലിയിലേക്ക് ചിലപ്പോൾ ഞാൻ പോകേണ്ടി വരും, ലീഗുകാരെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള സമീപനം അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പുറത്തെടുക്കേണ്ടായി. മഞ്ചേരി എന്ന് പറയുന്നത് ലീഗിന് പൊതുവെ അവർക്ക് മേധാവിത്വം ഉണ്ടെന്ന് അവർക്ക് അവകാശപ്പെടുന്ന മേഖല. ഇപ്പോൾ പരോക്ഷമായിട്ട് ലീഗിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ അങ്ങേക്ക് പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ആരെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം? അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? എന്തുറപ്പ്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുത്തിത്തിരിപ്പ് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ കുത്തിത്തിരിപ്പ് ചോദ്യം മാത്രം ചോദിക്കുന്നത്. ഇത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പിന്തുണയുടെ കാര്യം കുത്തിത്തിരിപ്പ് അല്ല, ആണ്, അത് കുത്തിത്തിരിപ്പാണ്. ഇതിനെന്ത് പിന്തുണ തരിക? മുസ്ലിം ലീഗിന് അവരുടെ സ്ട്രാറ്റജി ഇല്ലേ? കോൺഗ്രസിന് അവരുടെ സ്ട്രാറ്റജി ഇല്ലേ? അതിനിടയിൽ അവർക്ക് പിന്തുണ തരാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്കും അതറിയാം. അപ്പോൾ നമുക്ക് തൽക്കാലം വിടാം. ചുരുക്കത്തിൽ ലീഗുകാർക്ക് കാര്യം മനസ്സിലായി എന്നാണ് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുക. DMK സഖ്യത്തിൽ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നിരയിൽ DMKക്കൊപ്പം മുസ്ലിം ലീഗുണ്ട്, CPM ഉണ്ട്, കോൺഗ്രസുമുണ്ട്. നിയമസഭയിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു സാന്നിധ്യം അറിയാം. ലോക്സഭയിലേക്ക് പോലും DMK CPM-നും ലീഗിനും അവിടെ സീറ്റ് വീതം വെച്ച് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ശബ്ദമാണോ CPM-ൻ്റെ ശബ്ദമാണോ അൻവറുമായുള്ള ബന്ധം വേണ്ട എന്ന് തീരുമാനിക്കാൻ DMK പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒന്നാമത്തേത് ലീഗിൻ്റേത് നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ട്. ലീഗിന് ശക്തിമത്തായ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് CPM-ൽ നിന്ന് വിട്ടുവന്ന ആളാണെങ്കിലും അദ്ദേഹം ആളെ കൂട്ടുമ്പോൾ അത് ലീഗിനെ കൂടി ബാധിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. മാത്രമല്ല അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം വലിയ നേതാക്കളുടെ നെക്സസ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് അവിഹിതമായ കാര്യങ്ങൾക്കായി ലീഗിൻ്റെയും CPM-ൻ്റെയും നേതാക്കൾ പ്രത്യേകമായി ഒരുമിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കൾ പ്രത്യേകമായി ഒരുമിക്കുന്നു എന്നുള്ളത്. ലീഗിലാണെങ്കിൽ അങ്ങനെ ഒരു ആരോപണം നിലവിൽ പാർട്ടിയിൽ ആഭ്യന്തരമായി തന്നെ ഉയർത്തിയിട്ടുള്ളതാണ്. MK മുനീറും KM ഷാജിയും പ്രാതിനിധ്യം വഹിക്കുന്ന വിഭാഗം കുഞ്ഞാലിക്കുട്ടിക്ക് CPM-ൽ പിണറായി വിജയനെ പോലുള്ള ആളുകളുമായിട്ടുള്ള അടുപ്പത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരമായി വിമർശനം ഉന്നയിക്കുന്നതാണ്. അത്തരത്തിലുള്ള നിലപാട് ശക്തമായി ഔദ്യോഗിക നേതൃത്വം ഖണ്ഡിക്കുന്നതും അത് വാർത്തകളായി വരുന്നതും നമ്മൾ കാണുന്നതാണ്. ഈ ഒരു വിഷയം അവിടെ നിലനിൽക്കുമ്പോഴാണ് അതേ വിഷയം പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് ലീഗിന് കൂടി സ്വീകാര്യമായ നിലയിലുള്ള ഒരു നേതാവ് പറയുന്നത്. അതുകൊണ്ട് ലീഗിൻ്റെ ഇത്തരത്തിലുള്ള അണികൾ അൻവറിനൊപ്പം നിൽക്കുമോ എന്നുള്ള ആശങ്ക ഏതായാലും മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ തുടർ രാഷ്ട്രീയ അനുരണനം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം CPM-ൻ്റെതാണ്. CPM-ൻ്റെ പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ പോക്ക് മുടങ്ങാവുന്ന വിധത്തിലുള്ള ബന്ധം സ്റ്റാലിനും പിണറായി വിജയനും തമ്മിലുണ്ട്. പക്ഷേ PV അൻവർ സ്റ്റാലിനെ കാണാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. ഉദയനിധിയെ പോലും കാണാൻ പറ്റിയില്ല. അവരുടെ മറ്റ് നേതാക്കളെ, ഒരു മന്ത്രിയെയും മറ്റ് നേതാക്കളുമായുമാണ് കണ്ടത്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ രാഷ്ട്രീയമായ തീരുമാനം എടുക്കാൻ അതൊന്നും പോരല്ലോ. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ പോലും തള്ളിക്കളയാവുന്ന തരത്തിലുള്ള ബന്ധം അവർ തമ്മിലുണ്ട്. അതുകൊണ്ട് CPM ഇതിൻ്റെ പിന്നിൽ സ്വാഭാവികമായും അൻവറിനെതിരായ നീക്കങ്ങൾ അവർ നടത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കൂടി തുടർച്ചയായിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ വിളിക്കേണ്ട തന്നെ കാര്യമില്ല. PV അൻവർ ഇവരുടെ പിണറായി വിജയനും CPM-നും എതിരായി പണിയെടുക്കുന്ന ആളാണ് എന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായി അവരവിടെ സ്വീകരിക്കില്ല. മാത്രമല്ല അതിൽ മറ്റൊരു വലിയ പ്രതിസന്ധി കൂടിയുണ്ട്. DMK അവിടെ ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിൻ്റെയും കൂടി സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ, DMK മുന്നണിയിൽ, ഇന്ത്യ മുന്നണിയിൽ. അതുകൊണ്ട് PV അൻവർ നിലവിൽ UDF-ൻ്റെ കൂടെ പിന്നീട് പോകുമായിരിക്കും. നിലവിൽ UDF-ൻ്റെ കൂടെ അല്ല, അവരുമായും എതിർപ്പാണ് എന്ന ഔദ്യോഗികമായിട്ട് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ സാങ്കേതികമായി നോക്കിയാൽ അൻവറിനെ സ്വീകരിക്കാൻ DMK-ക്ക് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം DMK സ്വാഭാവികമായും അനാവശ്യമായ അനവസരത്തിലുള്ളൊരു പ്രതിസന്ധി വിളിച്ചു വരുത്താൻ സാധ്യതയില്ല. ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു കാര്യം, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് PV അൻവറിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള അരങ്ങിലേക്ക് അദ്ദേഹം വയ്ക്കുന്ന പുതിയ സാഹചര്യമാണ്. PC ജോർജുമായി PV അൻവറിനെ താരതമ്യം ചെയ്യുന്ന നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരെ കണ്ടിട്ടുണ്ട്. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന അവസാനത്തെ ഒരു പോയിന്റ് കൂടി അദ്ദേഹം ഇന്നലെ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്തു. ഒന്ന്, തൻ്റെ മുന്നണിയോട് കലഹിച്ച് പുറത്തു പോവുക, സ്വതന്ത്രമായ സംഘടന ഉണ്ടാക്കുക. UDF-ൽ നിന്ന് കലഹിച്ച് പുറത്തുപോയി സ്വതന്ത്രമായ സംഘടന ഉണ്ടാക്കി, ജനപക്ഷമുണ്ടാക്കി. ഇദ്ദേഹം DMK, ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന പ്രഖ്യാപനത്തിലേക്ക് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം പ്രതിസന്ധിയിലാവും. അദ്ദേഹം MLA സ്ഥാനം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. CPM-ൻ്റെ LDF-ൻ്റെ ചെലവിൽ MLA ആയതാണ് എങ്കിൽ പോലും തൻ്റേതായ വോട്ട് അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സംഘടന എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇതിനെ പ്രഖ്യാപിക്കുന്നത്, പാർട്ടി എന്നുള്ള നിലയിലില്ല. ജനപക്ഷവും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം PC ജോർജിന്. പിന്നീട് PC ജോർജ് പ്രധാന നേതാക്കൾ തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് നിരന്തരം പറയായിരുന്നു. ഇദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് PC
സി ജോർജ് ഇടതുപക്ഷത്തിലും സ്ഥാനം കിട്ടിയില്ല, UDF-ലും സ്ഥാനം അവിടുന്ന് ഇറങ്ങിപ്പോകുന്നതുമാണല്ലോ. അങ്ങനെ സ്വതന്ത്രമായി മത്സരിച്ച് പൂഞ്ഞാറിൽ വിജയിച്ചു. PV അൻവറിൻ്റെ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം UDF-നൊപ്പം കൂടാതിരിക്കും എന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആ തരത്തിലുള്ള സാധ്യതകൾ UDF-ഉം ആരായാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. എന്നാൽ ഇനി അഥവാ UDF-ൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്തും ജോയിയൊക്കെ പോലെയുള്ള VS ജോയിയൊക്കെ പോലെയുള്ള മലപ്പുറത്തെ നേതാക്കളുടെ വിയോജിപ്പ് ചിലപ്പോൾ കാര്യമായി സംസ്ഥാനത്ത് എടുക്കുകയും അൻവറിനെ തള്ളിപ്പറയുകയും ചെയ്താൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും അദ്ദേഹത്തിന് ചിലപ്പോൾ നിലമ്പൂരിൽ ജയിക്കാൻ കഴിയാനിടയുള്ള സാഹചര്യമുണ്ട്. ഈ പറഞ്ഞ ലീഗിൻ്റെയൊക്കെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്, ലീഗ് അണികളുടെയൊക്കെ പിന്തുണയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഒരു തവണ ജയിച്ച് അതോടുകൂടി അടങ്ങിപ്പോകുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് നമ്മൾ ഇതുവരെ കേരളത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. മാക്സിമം സ്വതന്ത്രമായി ജയിക്കുക എന്നുള്ളത് വരെയാണ്. അത് PC ജോർജ് ആണ് കാണിച്ചു തന്നത്. അങ്ങനെ ഒരു പോക്ക് PC ജോർജുമായുള്ള താരതമ്യം അദ്ദേഹത്തിനുണ്ട്. അതാണ് ഒരു കാര്യം. അവസാനമായി PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനെ രാഷ്ട്രീയത്തിലേക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. PV അൻവർ തൻ്റെ മകനെയും ഇന്നലെയോടുകൂടി പൊതുമധ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. PV അൻവർ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ആ അംശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ചാൻസാണ് കാണുന്നത്. അതിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ മകനെ കൂടി നിയമസഭയിൽ എത്തിക്കുക, അദ്ദേഹം പിന്നെ ലോക്സഭയിലേക്ക് പോവുക എന്നുള്ള സ്വപ്നത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹവുമായി എടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില ആളുകൾ വാർത്തകൾ പറയുന്നത്. അതനുസരിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് LDF-ലെ നേതാക്കളും മലപ്പുറത്തെ ചില നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വഷളാകാൻ കാരണം എന്നും പറയുന്നു. അതായത് നിലമ്പൂർ നിയമസഭാ സീറ്റ് അവിടെ നിന്ന് രാജിവെച്ച് അദ്ദേഹം മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ മകന് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതും പോലും നടന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് പിന്നീടുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് പ്രതിസന്ധി ഉണ്ടായത്. അതിൻ്റെ ബാക്കിയാണ് ഈ വിവാദം എന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് PC ജോർജും ഷോൺ ജോർജും പോലെ PV അൻവറും മകനും കൂടി രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വരികയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ സാമ്യത പോയിന്റ്. ഇതാണ് ഒരു കാര്യം. ഇനി അവസാനത്തെ കാര്യം, അദ്ദേഹം നിയമസഭയിൽ നേരിടുന്ന വെല്ലുവിളിയാണ്. അദ്ദേഹം LDF-ൻ്റെ MLA ആണ്. എന്നാൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാനാണ് അദ്ദേഹത്തോട് സ്പീക്കർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ഇരിപ്പിടം ഭരണപക്ഷ നിരയിൽ നിന്ന് മാറ്റിയത് തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. തന്നെ ഔദ്യോഗികമായി LDF-ൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. UDF-ലെ മുസ്ലിം ലീഗ് അംഗം നജീബ് കാന്തപുരത്തിൻ്റെ തൊട്ടടുത്താണ് അൻവറിന് വെള്ളിയാഴ്ച സഭ ആരംഭിച്ച സീറ്റ് നൽകിയത്. സ്പീക്കർ അനുവദിച്ച സീറ്റിൽ തന്നെ അൻവറിന് ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം വിജയിച്ചുവെങ്കിലും വിട്ടുപോകുന്ന ആളെന്നുള്ള നിലയിലാണ് പ്രതിപക്ഷത്തിൻ്റെ നിരയിൽ നൽകിയത്. എന്നാൽ അങ്ങനെ ഞാൻ ഇരിക്കില്ല, നിലത്ത് തുണി വിരിച്ചിരിക്കും എന്നൊക്കെയാണ് അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ അതൊന്നും നടക്കില്ല, അവിടെ തന്നെ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മുന്നിലേക്ക് വരുന്നത്. സ്വതന്ത്ര MLA എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള സീറ്റ് ചോദിക്കാൻ പറ്റില്ല. പ്രതിപക്ഷ നിരയിൽ പിന്നിലത്തെ സീറ്റാണ് അൻവറിന് അനുവദിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നിരയിൽ സീറ്റ് വേണ്ട എന്നാണ് അൻവറിൻ്റെ നിലപാട്. വേറെ സീറ്റ് അനുവദിക്കാനാകില്ല എന്ന് രേഖാമൂലം അൻവറിനെ നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിക്കാൻ പോവുകയാണ്. നാളെ അത് അറിയിക്കും എന്നാണ് വാർത്തകൾ വരുന്നത്. വേറെ സീറ്റ് വേണമെന്ന് അൻവർ വീണ്ടും ആവശ്യപ്പെടാൻ പോവുകയാണെന്ന് അൻവറിൻ്റെ വൃത്തങ്ങളും പറയുന്നു. എന്തായാലും ഭരണപക്ഷ MLA-മാർക്ക് അനുവദിച്ചിട്ടുള്ള CPM MLA-മാരുടെ ബ്ലോക്കിൽ നിന്ന് അൻവറിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി TP രാമകൃഷ്ണനും സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ അൻവർ ആദ്യം ഉദ്ദേശിച്ച നിലയിലേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സംഘടന പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടാക്കുന്ന നീക്കങ്ങൾ പ്രധാനമാണ്. ഒന്നുകിൽ UDF-നോട് സഹകരിച്ചുകൊണ്ട് പുതിയ മുന്നേറ്റത്തിന് സാഹചര്യം ഒരുക്കുക, അല്ലെങ്കിൽ സ്വതന്ത്രനായി നിന്ന് വലിയൊരു റിസ്ക് എടുക്കാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം വരെ അദ്ദേഹം മുന്നോട്ട് വരേണ്ടി വരും എന്നുള്ളതാണ്. DMK-യുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് അദ്ദേഹം ഇനി മാധ്യമങ്ങളിലൂടെയുള്ള സാധ്യതകൾ വീണ്ടും ആരായുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്ക് മാധ്യമങ്ങൾ വലിയ പിന്തുണ നൽകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ബലത്തിൽ അൻവറിന് ഇനിയും പുതിയ നീക്കങ്ങൾ മുന്നോട്ട് വയ്ക്കാം. അതിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ കേരളത്തിൻ്റെ തലപുകഞ്ഞുള്ള പോക്കിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.